ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, കുഴഞ്ഞു വീണ് മരിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. കേരളത്തിൽ കുഴഞ്ഞ് വീണ് മരിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. പ്രത്യേകിച്ച് യൂത്ത് മിണ്ടുമ്പോഴേക്കും അവർ ആത്മഹത്യ ചെയ്തിരിക്കും. ഒരുപാട് കേസുകളായിപ്പോൾ ഇങ്ങനെ വരുന്നു. അപ്പോൾ സിസ്റ്ററുടെ മഠത്തിലെ ഒരു സിസ്റ്ററുടെ നാത്തുവിൻ്റെ ആങ്ങള തലേദിവസം വരെ വളരെ ഇതായിട്ട് നടന്നിരുന്ന സഹോദരൻ കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പോൾ ഈ ആങ്ങള പെങ്ങന്മാരെ എല്ലാവരും ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു പെങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചു പോയിരുന്നു. ആ പെങ്ങൾക്ക് എല്ലാവിധ സാമ്പത്തികവും എല്ലാ സഹായങ്ങളും ചെയ്തിരുന്നത് ഈ ആങ്ങളയായിരുന്നു. അപ്പോൾ ആങ്ങളയുടെ മരണം ഈ പെങ്ങളുടെ സിസ്റ്ററിനെ ഭയങ്കരമായിട്ട് വിഷമത്തിലാക്കി, ദുഃഖത്തിലാക്കി. ഒരു 5 ദിവസം കഴിഞ്ഞില്ല, ഈ പെങ്ങള് ആങ്ങളയുടെ മരണത്തെ തുടർന്ന് വളരെയേറെ ദുഃഖിച്ച് അതീവ ദുഃഖിതയായിട്ട് ഒരു സുപ്രഭാതത്തിൽ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. ഈ അടുത്തുണ്ടായ സംഭവം. ഇങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരിക. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കാം. ഈ ദിവസങ്ങളിൽ പൂർണ്ണദണ്ഡ വിമോചനങ്ങൾ, ഭാഗ്യദണ്ഡ വിമോചനം എന്ന് പറഞ്ഞ വീഡിയോസ് ഇടുന്നുണ്ട്. നമുക്കൊരു ഒരുക്കം, കാരണം ഇങ്ങനെ ആക്സിഡൻറ്റിലും സഡൻ ഡെത്തും ഒക്കെ ആവുമ്പോഴും നമ്മൾ കുറി അടിക്കുമ്പോൾ എഴുതുന്നത് അന്ത്യകുദാശകളെല്ലാം സ്വീകരിച്ച് കർത്താവിൽ ഭാഗ്യനിദ്ര പ്രാപിച്ചു വ്യസന സമേത അറിയിച്ചു കൊള്ളുന്നു. മൃതസംസ്കാര കർമ്മം 4 മണിക്ക്. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ഈ ആത്മാവ് കുമ്പസാരിച്ചിട്ട് തന്നെ വർഷങ്ങളായിട്ടുണ്ടാവും. കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച്, അല്ലെങ്കിൽ അതിലൊന്നൊരു വിശ്വാസമില്ല, കുടുംബ പ്രാർത്ഥനയില്ല, മദ്യപാനം, അങ്ങനെയുള്ള അല്ലെങ്കിൽ മൊബൈൽ അടിമത്തം. ഇപ്പോൾ ഡ്രാമകൾ നമ്മുടെ കേരളത്തിലെ യുവത്വത്തിനെ നശിപ്പിക്കുകയാണ്. ഒരു തരം ഡ്രാമകൾ. അങ്ങനെ പോകുന്ന വ്യക്തി, അവർക്കും കൂടി നമ്മൾ പാപപരിഹാരം ചെയ്യേണ്ടിയിരിക്കുന്നു. പാപമോചനവും കടങ്ങളുടെ പൊറുതിയും, ഇത് രണ്ടും രണ്ടാണ്. കുംഭസാരത്തിലൂടെ പാപമോചനം ലഭിക്കുന്നു, എന്നാൽ കടങ്ങൾ ബാക്കി നിൽക്കുന്നു. ആ പൊറുതിക്ക് വേണ്ടി നമ്മൾ ദണ്ഡവിമോചനങ്ങൾ, സഭ നൽകുന്ന ദണ്ഡവിമോചനങ്ങൾ പ്രാപിച്ച് എപ്പോഴും ഒരുങ്ങിയിരിക്കുന്ന ഒരവസ്ഥ, ഒരുക്കം, ജാഗ്രത, ഇതെല്ലാം നമുക്ക് ഈ നോമ്പ് കാലത്ത് എന്തൊക്കെ ത്യാഗങ്ങൾ ചെയ്യാമോ. ഇപ്പോൾ നമ്മൾ 50 ദിവസം സിസ്റ്ററും പ്രേക്ഷിതരും ഇത് നെറ്റിയിൽ കുരിശടയാളം വരച്ച് കുരിശ് വര, അത് നമ്മളെപ്പോഴും ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് നോമ്പുകാലമാണ്. ത്യാഗത്തോടും പ്രാർത്ഥനയോടും ഉപവാസത്തോടും മറ്റുള്ളവരോട് ക്ഷമിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ഒക്കെയുള്ളൊരു നോമ്പ് കാലം, പുണ്യത്തിൻ്റെ കാലം ഈ 50 ദിവസത്തെ കുരിശ് വര സൂചിപ്പിക്കുകയാണ്. അതാരെയും കാണിക്കാനല്ല. അതുപോലെ 50 ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് മുട്ടിന്മേൽ നിന്നുകൊണ്ട് കഴിക്കുന്നു. അതിലേക്ക് കൊച്ചു കൊച്ചു ത്യാഗങ്ങളുണ്ട്. അപ്പോൾ മുട്ടിന്മേൽ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയാണ്, ശരീരം വഴി ഞാൻ ചെയ്തു പോയ എൻ്റെ പഴയ പാപങ്ങളുടെ കടങ്ങൾക്ക് പൊറുതി തരണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അത്തരം, അതുപോലെ ജയമാല, ഡെയിലി കുരിശിൻ്റെ വഴി, ഇതൊക്കെ ഈ നോമ്പ് കാലത്ത് നമ്മുടേതായ രീതിയിൽ ത്യാഗങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട്, ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട്, നോമ്പെടുത്തുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്. വിഭൂതി തിങ്കളാഴ്ചയായിരുന്നു. ഈ ഒരു ദിവസം ഇങ്ങനെ ഈ തിങ്കളാഴ്ച വിഭൂതി കഴിഞ്ഞ് ഒരു വീട്ടിൽ കടന്നു ചെല്ലാണ്. അപ്പോൾ ബീഫ് കറിയും ചപ്പാത്തി ചായയൊക്കെ ഉണ്ടാക്കിച്ചേക്കാം. ചോദിക്കുമ്പോൾ പറയണേ, ഞായറാഴ്ച നോയമ്പ് പിടിക്കുമ്പോൾ ഒരുപാട് ബീഫും അതുപോലെ ഫിഷ് എല്ലാം ബാക്കി വന്നു. അപ്പോൾ അവരെ ഇങ്ങനെ നീണ്ട് അത് കഴിച്ച് അവസാനിപ്പിക്കുക. പണ്ട് നമുക്ക് ബുധനാഴ്ചയായിരുന്നു വിഭൂതി ബുധൻ. അപ്പോൾ ഈ ഞായറാഴ്ച നോയമ്പ് പിടിക്കുമ്പോൾ തിങ്കൾ ചൊവ്വ അതൊക്കെ അവസാനിപ്പിക്കാമായിരുന്നു.
ബുധനാഴ്ച വിഭൂതി. ഇപ്പോൾ തിങ്കളാഴ്ചയാണ് വിഭൂതി. ലത്തിങ്ങർക്ക് ബുധനാഴ്ചയാണ് വിഭൂതി. അപ്പൊ ഈ തിങ്കളാഴ്ച വിഭൂതി ആയതുകൊണ്ട് ഞായറാഴ്ച നോയമ്പ് പിടിക്കുന്നതിന് ഒരുപാട് വാങ്ങിയിട്ടുണ്ടെന്ന്. അപ്പൊ അത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴൊക്കെയായിട്ട് അവസാനിപ്പിച്ച് ഏകദേശം ഒരു വെള്ളിയാഴ്ചയോട് കൂടിയാണ് ഈ ആൾക്കാർക്കൊക്കെ നോയമ്പ് ആരംഭിക്കുന്നത്. ഇതിലൊക്കെ എന്ത് കാര്യം എന്ന് ചോദിക്കാം. പക്ഷെ എല്ലാറ്റിലും ഒരു കാര്യമുണ്ട്. വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, ബുദ്ധിയിൽ വിശ്വാസം പ്രവർത്തിക്കുമ്പോൾ ഇതിലെല്ലാം കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. കൊച്ചു കൊച്ചു പാപം മുതൽ മാരക പാപം വരെയുള്ള എല്ലാറ്റിനും പൊറുതി അപേക്ഷിച്ച്, കടങ്ങളുടെ പൊറുതി അപേക്ഷിച്ച് മുന്നോട്ട് പോകാം. എല്ലാ മക്കളെ ഈശോ അനുഗ്രഹിക്കട്ടെ. നോമ്പുകാലം പുണ്യങ്ങൾ പൂക്കുന്ന കാലമായി തീരട്ടെ. നോമ്പുകാലം പുണ്യങ്ങളുടെ അഭ്യസനവും തിന്മകളുടെ വർജനവും നമ്മുടെ കൂടപ്പിറപ്പായി മാറട്ടെ. സഹിക്കാനും ക്ഷമിക്കാനും ത്യജിക്കാനും ത്യാഗങ്ങൾ അനുഷ്ഠിക്കുവാനും കർത്താവ് കൂടുതൽ കൂടുതൽ ശക്തി തരട്ടെ. ആമേൻ.